നോക്കണ്ട, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന റിവർ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. സോ SUV സ്കൂട്ടേഴ്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ ആർദ്രവുമായിട്ടാണ് മലയാളികൾ ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. സോ പുതിയ റിവർ ഷോറൂമിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അകത്തേക്ക് പോകാം. സോ അങ്ങനെ നമ്മൾ റിവറിന്റെ കൊച്ചി ഷോറൂമിന്റെ അകത്താണ് ഇരിക്കുന്നത്. കൊച്ചിയിൽ ഇത് വെണ്ണല ബൈപ്പാസിന്റെ അടുത്താണ് റിവറിന്റെ ഷോറൂം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഷോറൂം തീർത്തിരിക്കുന്നത്. വാഹനങ്ങൾ കുറെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പാരൽസ്, അതിന്റെ ആക്സസറീസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇത് ഷോറൂം മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സർവീസും ഇതിന്റെ കൂടെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ കുരുടിയുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സെയിൽസ് മാത്രമല്ല, പെപ്പെ സൂചിപ്പിച്ച പോലെ ഇവിടെ സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് റിവർ ഇന്ത്യയുടെ സർവീസ് ബേ എന്ന് പറയുന്നത്. സോ നമുക്ക് വാഹനം സെയിൽസിനും സർവീസിനും ചേർന്നൊരു സമ്പൂർണ്ണ പാക്കേജുമായിട്ടാണ് കൊച്ചിയിൽ റിവർ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കൊച്ചി ഷോറൂമിനെ കുറിച്ച് ഇതിൻ്റെ കോഫൗണ്ടേഴ്സിന് എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ SUV ഓഫ് സ്കൂട്ടേഴ്സ് റിവർ ഇന്ത്യ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരാൻ താമസിച്ചത്? കേരളത്തില് ഞങ്ങൾ ശരിക്കും ബാംഗ്ലൂർ വിറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 1 വർഷമായി. പക്ഷെ അതിനകത്തൊരു 6 തൊട്ട് 8 മാസം വരെ എടുത്തു നമുക്ക് ഈ റീറ്റെയിൽ ഫോർമാറ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ സ്റ്റോറും സർവീസും. അപ്പം ഞങ്ങള് സർവീസ് സെന്റർ ഇല്ലാണ്ടൊരു സ്റ്റോർ തുറക്കത്തില്ല. അപ്പൊ ഇവിടെയും ഇപ്പോ കമ്പനി ഓൺഡ് ഓപ്പറേറ്റഡ് ആണ്. ബാക്കിൽ സർവീസ് സെന്റർ ഉണ്ട്. അപ്പൊ അതെല്ലാം ഉണ്ട്. അപ്പൊ ആ ഫോർമാറ്റ് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ കേരളത്തിൽ ആദ്യത്തെ സ്റ്റോർ ആകുമ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലത്ത് വേണമല്ലോ. കൊച്ചിയിൽ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനും കുറച്ച് സമയം എടുത്തു. പിന്നെ ഇത് ഗ്രീൻഫീൽഡ് ആയിട്ട് ഞങ്ങൾ ഫുള്ള് കെട്ടിയതാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് സമയം എടുത്തു. എന്നാലും കേരളത്തിൽ ഞങ്ങളിപ്പോ ഉണ്ട്. കമ്പനി ഓൺഡ് സ്റ്റോറാണ്. കൊച്ചിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ ഉടനെ തുടങ്ങുന്നതാണ്. നമ്മുടെ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് സർവീസ് സെന്റർ ആണ്. അതല്ലേ? അതെന്താണ് അങ്ങനെ ഒരു ഐഡിയ? അതായത് നമ്മള് വണ്ടി ഒരു 125 cc പ്ലസ് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ, പ്രീമിയം ആയിട്ടുള്ള പ്രൈസ് പോയിന്റിലാണ് നമ്മൾ വണ്ടി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ സർവീസ് ഒരു കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. ഇപ്പം വണ്ടി വാങ്ങിച്ചു, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആ ഒരു ഇതല്ലാണ്ട് ആ വണ്ടിയുടെ ത്രൂ ഔട്ട് ഓണർഷിപ്പ് എക്സ്പീരിയൻസിൽ അവരുടെ ആ കസ്റ്റമറിനെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് സർവീസ് സെന്ററും കൂടെ ഉള്ളത്. ഒന്നെങ്കിൽ അത് സ്റ്റോറിനോട് ചേർന്നായിരിക്കും. ഇപ്പൊ ഇവിടെ സ്റ്റോറിനോട് ചേർന്ന്, അല്ലെങ്കിൽ 3 കിലോമീറ്ററിനകത്ത് ചുറ്റളവ് ഉണ്ടാവും. പക്ഷെ സർവീസ് സെന്റർ ഇല്ലാതെ ഒരു സ്റ്റോർ തുറക്കത്തില്ല. നമുക്കപ്പം കൊച്ചി സ്റ്റാർട്ട് ചെയ്തു. എന്താണ് കൊച്ചിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്? കൊച്ചി ഒരു വലിയ EV മാർക്കറ്റ് ആണല്ലോ. ഒരു 800 ഇലക്ട്രിക് സ്കൂട്ടർ ഒരു മാസം വിൽക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഡിമാൻഡും ഒരുപാട് എൻക്വയറീസും പണ്ട് തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. അപ്പോ അതുകൊണ്ട് കൊച്ചി മാർക്കറ്റിൽ അതിന്റെ ഒരു ചെറിയ ശതമാനം ഞങ്ങൾക്ക് കിട്ടും. കുറച്ച് വണ്ടികൾ കൊച്ചി റോഡിൽ കൂടെ ഓടും എന്നുള്ളതാണ്. കുറച്ച് ഭാഗം ഞങ്ങളും കൂടി എടുക്കും. അതെ. എതിരാളികളിൽ നിന്ന് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് റിവർ ഇന്ത്യ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? അങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കമ്പയർ ചെയ്താലും നമ്മൾ ജനറൽ സ്കൂട്ടേഴ്സ് കമ്പയർ ചെയ്താലും നമ്മൾ കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് മാത്രമല്ല. ഇപ്പൊ ഒരു പോയിന്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു സ്കൂട്ടർ നോക്കുമ്പോൾ പലരും നമുക്ക് പെട്രോൾ വേണ്ട, ഇലക്ട്രിക് ആണ് എന്ന് ആലോചിക്കുന്ന ഒരു പോയിന്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഏത് സ്കൂട്ടർ നോക്കിയാലും ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി വാല്യൂ ഓഫർ ചെയ്യുന്ന ഒരു സ്കൂട്ടറാണ് റിവർ ഇന്ത്യ. അതായത് സ്റ്റോറേജ് 55 ലിറ്റർ. ഇന്ത്യയിൽ ഇന്ന് ഏത് സ്കൂട്ടറിലും ഉള്ള മാക്സിമം സ്റ്റോറേജ് ആണ്. അതുപോലെ ഫ്ലോർ ബോർഡ് ആണെങ്കിലും പല പല എലമെന്റ്സ് ഉണ്ട് നമുക്ക് വേണ്ടി മാത്രമുള്ള. അതായത് ഫ്രണ്ട് ഫുഡ് പെഗ്, ഒരു പാനിയർ സ്റ്റേ സ്കൂട്ടറിൽ ആദ്യമായിട്ട് ആ ക്രാഷ് കാർഡ്, അപ്പൊ ആ റഗഡ് ബിൽഡ്, പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറേ ഉള്ളൂ 14 വീലുമായിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ യുണീക്ക് ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്കൂട്ടർ തന്നെ. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് പ്രാക്ടിക്കാലിറ്റി ആണ് അവർക്കൊരു മെയിൻ. തീർച്ചയായിട്ടും നമ്മൾ സ്കൂട്ടർ യൂട്ടിലൈസ് ചെയ്യുന്ന യൂട്ടിലിറ്റേറിയൻ ആവശ്യങ്ങൾക്ക് തന്നെ, സാധനം വാങ്ങിക്കാൻ പോകാനും ഡെയിലി കമ്മ്യൂട്ട് ചെയ്യും. ആ ഡെയിലി ഹസലിന് വേണ്ടിയാണ് നമ്മളത്. അപ്പൊ അതിന് മാക്സിമം എങ്ങനെ കസ്റ്റമറിന്റെ ലൈഫ് ഈസി ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ ഇതാണ് റിവറിന്റെ കൊച്ചി ഷോറൂം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒട്ടനവധി പേര് ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് സന്ദർശിച്ചു പോയിട്ടുണ്ട്. നിങ്ങളും
സമയം കിട്ടുമ്പോൾ ഈ ഒരു ഷോറൂം ഒന്ന് സന്ദർശിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസുള്ള ഞങ്ങളെ റിവറിനെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ക്യാമറമാൻ പെട്രിക്കൊപ്പം ഇറ്റ്സ് മി കുല്ലി സൈനിങ് ഓഫ്.